1000 ദിവസം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെക്കാളും നല്ലത് ഞാൻ കൊടുക്കുന്ന എക്സ്പീരിയൻസ് അത് കരുതുന്നു. അത് പറയാനുള്ള കാരണമുണ്ട്. ഞാൻ ഈ ടോപ്പിക്ക് കൊണ്ടുവരാനുള്ള കാരണമുണ്ട്. എനിക്കിപ്പോ ആ കോള് വന്നത് അവൻ റെസിഗ്നേഷൻ ഇട്ടു. ഞാൻ ഈ പറഞ്ഞ വ്യക്തി റെസിഗ്നേഷൻ ഇട്ടപ്പോ അവിടെ നിൽക്കുമ്പോൾ കോള് വന്നിരിക്കും. എനിക്ക് പുറത്തു പോകാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. എന്താണ് ജോലി എന്നൊന്നും അറിയില്ല. ആള് ജോലിക്ക് കയറാനുള്ള ഒന്നും ആയിട്ടില്ല. കഴിഞ്ഞ 2-3 ദിവസം അവന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാണ്. അവനോട് ഒറ്റ കാര്യമേ ഞാൻ ചോദിച്ചുള്ളൂ. റെസിഗ്നേഷൻ ഇടണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യം ചോദിച്ചോളൂ, എന്ത് കമ്മിറ്റ്മെന്റ് ആണ് ഞാൻ നിനക്കൊരു തൊഴിൽ തന്നപ്പോൾ എന്ത് കമ്മിറ്റ്മെന്റ് ആണ് നിനക്ക് നീ എനിക്ക് തിരിച്ചു തന്നിട്ടുള്ളത്? ഉത്തരവില്ല. ഒരു ഡിഗ്രി പഠിച്ചാൽ പോലും, ഡിഗ്രി PG എടുത്താൽ പോലും കിട്ടാത്ത അറിവായിരുന്നു നിങ്ങളാ കൊടുത്തുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും. അറിവ് മാത്രമല്ല, സമയം, ട്രെയിനിങ് എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, കാര്യമായിട്ട് തന്നെ പറഞ്ഞു, നീ രാജ്യന്റെ ഒരു എംപ്ലോയി ആയിട്ട് കയറി, നീ ഒരു ഡിഗ്രിക്ക് പോകണ്ട, എന്നെ വളരെ കൃത്യമായിട്ട് ആ ഭാഗം പഠിപ്പിച്ചു തരും. അവിടെ ഇതാണ് നമ്മളൊക്കെ ഈ ഭയങ്കരമായ ഒരു പെയിൻ പോയിന്റ് ആണ്. അതുകൊണ്ട് എന്താ ഉണ്ടാവുന്ന അറിയാം, ഇപ്പൊ പുതിയ വരുന്ന കുട്ടികൾക്കൊക്കെ അറിയാം, ആരും എടുക്കുന്നില്ല. നമ്മളിപ്പോഴും കുറച്ചും കൂടെ ഒക്കെ ഇവരൊക്കെ നന്നാക്കി കൊണ്ടുവരണം, കുറെ ആളുകൾക്ക് സഹായിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ആളുകൾ ചെയ്യുന്നുണ്ടാവും. ഞാനിപ്പോഴും ഇപ്പൊ പുതിയ ആളെ ഞാൻ HR എടുത്തപ്പോൾ അവരോട് പറഞ്ഞു, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ് എന്നെ എടുക്കാനുള്ള കാരണം എന്നാ ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് ആ ഭാഗം എന്റെ ഇഷ്ടത്തിന് അത് അവനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യിക്കണം എന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, 1000 ദിവസം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെക്കാളും നല്ലത് ഞാൻ കൊടുക്കുന്ന എക്സ്പീരിയൻസ് അത് കരുതുന്നുണ്ട്. അങ്ങനെ എടുക്കണം. ഇപ്പോഴും എന്നെ പോലെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടോ, ഒരുപാട് എണ്ണം പോയിട്ടുണ്ട്, ഒരുപാട് ലോസ് സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഇങ്ങനത്തെ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അവന് കമ്മിറ്റ്മെന്റ് ഉണ്ടായി ഇയാൾക്കില്ലാതിരിക്കില്ലല്ലോ. അങ്ങനെ തന്നെ കൊണ്ടുവരുന്നത്. പക്ഷെ നിങ്ങളത് ചെയ്തപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് തോന്നി, എന്തിന് ഡിഗ്രിക്കൊക്കെ പോകണം, ഇങ്ങനത്തെ ഓരോ ബിസിനസ്മാൻമാരെ തൊഴിൽദാതാക്കളെ കിട്ടിയ നമ്മളവിടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കാന്നേ ഉള്ളൂ. നമ്മുടെ ഈ വശങ്ങളൊന്നും ആരും കാണുന്നില്ല. നമുക്കവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സമയവും നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ ഉണ്ടാക്കേണ്ട സമ്പത്തും ഇതിനൊക്കെയുള്ള എഫേർട്ടാണ് അവിടെ ഇല്ലാണ്ടാവുന്നത്. ഇതൊന്നും ആർക്കും കാണുന്നില്ല. അവിടെ ഉണ്ടാക്കുന്നത് മാത്രമേ ആളുകൾ കാണുന്നുള്ളൂ. വിഷമകരമായിട്ടുള്ള കാര്യമാണത്. ഇത്തരത്തിൽ ആളുകൾ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ. പക്ഷേ വീണ്ടും നമ്മൾ ബിസിനസ് ഓണേഴ്സ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുവാനും അവരെ ഈ ഒരു ട്രാക്കിലോട്ട് നമ്മൾ കൊണ്ടുവരുവാനും നമ്മൾ ശ്രമിക്കാന്നല്ല. അത് ഇങ്ങനെ തുടർന്ന് പോകാൻ നമുക്ക് പറ്റും. ലോസ് ആണെങ്കിലും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. വേറെ മാർഗങ്ങളുണ്ട്. ഒരു എംപ്ലോയർക്ക് എംപ്ലോയിക്ക് കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ് പോലെ തന്നെ ഒരു എംപ്ലോയിക്ക് തിരിച്ച് എംപ്ലോയറിനോട് കമ്മിറ്റ്മെന്റ് തോന്നുന്ന രീതിയിലായിരിക്കണം ഇനിയുള്ള ഒരു ബിസിനസ് വേൾഡ് ഉണ്ടാവേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ ബിസിനസ്സിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആളുകളുടെ മൈൻഡ് സെറ്റ് മാറും. നമ്മൾ ബിസിനസ് ഓണേഴ്സിന്റെ മൈൻഡ് സെറ്റ് മാറും. നമ്മൾ ഒരു ഫ്രഷേഴ്സിനും നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലോട്ട് എടുക്കില്ല. അതാണിപ്പോ ഞാൻ പുതിയ വന്നവരോട് ചോദിച്ചു, അയാൾ വന്നിട്ട് 6 മാസമായി. 6 മാസമായിട്ട് ജോലി തരികയാണ്. 2 മാസം കഴിയും, ഒതുക്കും, പിന്നെയും 3-ാമത്തെ പ്രാവശ്യം പുതുക്കിയതാണ്. എന്തായിരുന്നു നിങ്ങൾക്കുള്ള പ്രശ്നം? അത് MBA കാരനാണ്. അപ്പോൾ ആര് ചെന്നാലും എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം എക്സ്പീരിയൻസ് ഉണ്ടോ, കയറാം. വൈ? ഇതാണ് കാരണം. അതിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാൻ ഒരു ബിസിനസ്മാൻ ഇപ്പൊ റെഡിയല്ല. കാരണം എന്തിന്? എനിക്ക് ഈ HR കിട്ടിയാൽ ഞാൻ മനസ്സിലാക്കുന്നു ഒരു 3 മാസം അവനൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ചു, എന്റെ സമയം ഒരുപാട് ഞാൻ അവന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ശരിയാക്കേണ്ടി വരും. പിന്നെ അവൻ്റെ ഇതേപോലെ കിട്ടാൻ തുടങ്ങുമ്പോഴത്തേക്ക് സാധ്യതയില്ല കേട്ടോ. ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ മൈൻഡ് സെറ്റ് ആയിരിക്കും എല്ലാവർക്കും വരിക. ഞാൻ വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ പടുത്തുയർത്തിയാൽ പിന്നീട് നമുക്ക് ഒന്നും പേടിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിന്റെ മുതൽ നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ ഒരുപാട് ഗുരുനാഥന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എംപ്ലോയീസിനെ അവരറിയേണ്ടത് മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ മതി. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ, ഇവർ കൂടുതൽ പഠിച്ചിട്ട് ഇവർ മറ്റുള്ള സ്ഥലങ്ങൾ തേടി പോകുമ്പോൾ ഇവിടെ നമ്മൾ ആരാണോ ഇവർക്ക് ഇങ്ങനെ അവസരം കൊടുത്തിരിക്കുന്നത് അവർ 0 വീണ്ടും താഴത്തോട്ട് വീഴാണ്. എല്ലാവർക്കും ഇൻഫോസിസും വിപ്രോയും ചെയ്യുന്ന പോലെ 10 പേരുണ്ടെങ്കിൽ അതിൽ 7 പേര് വർക്ക് ചെയ്യുമ്പോൾ 3 പേര് റിസർവ് എന്നുള്ള രീതിയിലൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ചെറുകിട ബിസിനസ് ഓണേഴ്സ്, മീഡിയം ബിസിനസ് ഓണേഴ്സിന് അത് പോസിബിൾ അല്ല. അപ്പോ ഇവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ശക്തമായി ഇതിനൊരു ആക്ഷൻ എടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ആഗ്രഹിക്കാം. അത്തരത്തിലുള്ളതൊന്നും എന്ത് ചെയ്യണ്ട. ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സംബന്ധിച്ചോളം എല്ലാവരും മനുഷ്യരാണ്. ഞാൻ ചോദിച്ചോട്ടെ, KSEB എന്റെ വൈഫ് KSEB വർക്ക് ചെയ്യുന്നത്. KSEB ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര വർഷത്തിനുള്ളിൽ മറ്റൊരു ജോലിയിലോട്ട് മാറിയാൽ നഷ്ടപരിഹാരം വെച്ചു കൊടുക്കണം. ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ അങ്ങനെയാണ്. അർദ്ധ ഗവൺമെന്റ് ആണ് എന്റെ അറിവിൽ KSEB എന്ന് പറയുന്നത്. ഇപ്പൊ പ്രൈവറ്റൈസ് ചെയ്ത് പോവാണ്. അവർക്ക് അങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ട്. നമ്മളത് വെച്ച് തുടങ്ങേണ്ടി വരും. കാരണം ഈ കമ്മിറ്റ്മെന്റ് ഇങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഇവരെല്ലാം വെക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ ഓഫീസിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ലീഗലി ബോണ്ട് എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അത് നമ്മൾ അത്തരത്തിലുള്ള ഇൻഫോർമേഷൻ മറ്റുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ കളക്ട് ചെയ്ത് വരുന്നത്. പക്ഷേ വൈഫിനോട് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളിത് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടം വെക്കണം. കാരണം നിങ്ങളെ പൈസ കൊടുത്തിട്ടാണ് ഈ ട്രെയിനിങ്ങിന് നിങ്ങൾക്കുള്ള അവസരങ്ങളൊക്കെ തരുന്നത്. സാലറീഡ് ആണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ നിങ്ങൾ ഇത്രയും കാലത്തിനിടയ്ക്ക് വിട്ടുപോയാൽ നിങ്ങൾ നഷ്ടപരിഹാരം വെക്കണം. അപ്പൊ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും അപ്പൊ അത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലുള്ള നയങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ് ഈ ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കും. നമ്മളിപ്പോ ഇതുവരെ സംസാരിച്ചത് നമ്മൾ നമ്മുടെ ബിസിനസ്സുകാരുടെ ഷൂ ധരിച്ചിട്ടാണ്. ഇനി നമ്മൾക്ക് എംപ്ലോയീസിന്റെ ഷൂകൾ ധരിക്കാമല്ലോ. എംപ്ലോയീസിന്റെ ഷൂസ് ധരിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന എംപ്ലോയീസിനെ ഈ വശം വെച്ചിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന
രീതികൾ കാണാറുണ്ട്. ഇപ്പോ 1 വർഷം കോൺട്രാക്ട് അല്ലെങ്കിൽ 2 വർഷം ഇവിടെ ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ കഷ്ടപ്പെടുത്തി പണിയെടുപ്പിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറയുന്നു അതിനെ ഒബ്വിയസ്ലി പ്രൊട്ടക്ട് ചെയ്യണമെങ്കിലും ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകണം. എന്നിരുന്നാലും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാവണം. ഞാൻ ചോദിച്ചോട്ടെ, ഈ ദുബായ് പോലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ UAE പോലുള്ള സ്ഥലത്ത് ആളുകൾ പലവിധ ജോലിക്കും വരുന്നുണ്ട്. അവർ വർക്ക് ചെയ്യാനാണ് വരുന്നത്. 12 മണിക്കൂർ 16 മണിക്കൂർ വർക്ക് ചെയ്യാൻ സന്നദ്ധരായി വന്നിട്ടുള്ള ആളുകളുണ്ട്. അവരൊരു കരിയർ കെട്ടിപ്പടുത്ത് ഉയർത്താനാണ് ശ്രമിക്കുന്നത്. നമ്മൾ ഒരു IAS പഠിക്കുന്ന ആള് പല ആളുകളും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ 16 മണിക്കൂർ പഠിക്കുന്നുണ്ട്, 20 മണിക്കൂറോളം ഞങ്ങൾ പഠിക്കുന്നുണ്ടെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അവരുടെ എയിം എന്ന് പറയുന്നത് ഈ ലക്ഷ്യത്തിൽ എത്തുന്നുള്ളതാണ്. അങ്ങനെ തയ്യാറുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് ഈ ജോലിയിൽ എത്തുമ്പോൾ ഈ കമ്മിറ്റ്മെന്റ് ഇല്ലാണ്ടാവുന്നു? ജോലിയിൽ എന്താ പ്രശ്നം എന്നറിയോ? ഞാൻ അവരുടെ ഷൂ ധരിക്കാൻ ശ്രമിക്കാം. കാരണം ഇതുവരെ എനിക്ക് കിട്ടുന്നത് 1500 എങ്കിൽ 1500 ഞാൻ ഉണ്ടാക്കിയില്ല എന്നൊക്കെ പോട്ടെ, അവന് 1500 കിട്ടിയിട്ടുണ്ട് കയ്യിൽ അല്ലേ. 1500 ദിറംസ് കിട്ടുന്നു. അവന് 1000 ഉണ്ടാക്കിയെങ്കിൽ പോലും പിന്നെ അവന് ഒരുപാട് സ്കില്ലുകൾ ചിലപ്പോൾ ഇവിടുന്ന് കിട്ടി. അതുപോലെ മറ്റു സ്കില്ലുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അവസരം കിട്ടി. ഈ നാളെ മുതൽ അവന് കിട്ടാൻ പോകുന്നത് എന്താണ്? 3000 ഇതിന്റെ ഇരട്ടിയാണെങ്കിൽ ഇനി എന്തിന് അവന്റെ ആയുസ് ഇവിടെ ചെലവഴിക്കണം? അനീഫിക 3000 കിട്ടാനുള്ള കാരണം എന്താണ്? അതൊക്കെ അവന്റെ ഇവിടെയുള്ള അടുത്ത് പോയതുകൊണ്ട് ചോദിച്ചെന്താണെന്നറിയോ? അവന്റെ ഇവിടെയുള്ള എഫേർട്ട്, ഇവിടെ അവന് ട്രെയിനിങ് കൊടുക്കുന്ന പല ബിസിനസ്സും എല്ലാവരും ചെയ്യുന്നതാണ്. ഇതുപോലെ ഒരു രൂപ ഉണ്ടാക്കാത്ത ഒരുത്തൻ ലാസ്റ്റ് അടുത്ത് പോയപ്പോൾ ഞാൻ ചോദിച്ചതാ, മോനെ നീ എന്റെ മകനല്ലല്ലോ, എന്റെ മകനാണ് ഞാൻ ഈ എമൗണ്ട് ഒക്കെ ചെലവാക്കി. ഓക്കെ, ഞാൻ എന്റെ മോനല്ലല്ലോ, നീ ആരുടെയോ മോൻ എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഇന്നെ എന്റെ കൂടെ നിർത്തിയത്, നീ എന്റെ ബിസിനസ്സിന്റെ കാര്യങ്ങൾ പഠിച്ച് നാളെ എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാക്കി തരും. ഇതുവരെ 1 രൂപ ഞാൻ നിനക്ക് വൈകിച്ചിട്ടുണ്ടോ? ഇതുവരെ 1 രൂപ ശമ്പളം ഞാൻ ഇല്ല, ഒന്നുമില്ല. നീ ഇതൊക്കെ സ്കില്ലുകൾ നേടിയപ്പോഴൊക്കെ നിന്നെ ഞാൻ സഹായിച്ചിട്ടില്ലേ? എല്ലാം ഓക്കെ. അത് എന്നിട്ട് നീ ഇതുവരെ കണക്ക് കാണിച്ചു ഇത് ഇങ്ങനെയല്ലേ? അതെ. എന്നിട്ട് എന്താണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ പോകുന്നു, എനിക്ക് ഇതിനേക്കാൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഒരു മുഖത്ത് നോക്കി ഒരു പ്രശ്നമില്ലാതെ പറഞ്ഞത്, ഞാൻ പോകുന്നു, എനിക്ക് ഇതിനേക്കാൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആവും. പക്ഷെ എനിക്ക് അത് കൊടുക്കാം, അതേ സംഖ്യ എനിക്ക് കൊടുക്കാം. പക്ഷെ മറ്റവൻ എന്താണ് കൊടുത്തു വെച്ചാൽ കുഴപ്പമില്ല, അതേ സംഖ്യ കൊടുത്താലും മറ്റവനറിയാം അതിനേക്കാൾ മുകളിൽ അവനിപ്പോൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഐഡിയാസ് ഉണ്ടാവും. എനിക്ക് കൊടുക്കാം അവന്. പക്ഷെ എനിക്ക് കൊടുത്താലും എനിക്ക് വലിയ ലോസും ഇവിടെ ഇപ്പുറം കിടക്കുന്നുണ്ട്. വലിയ ലോസല്ല, ഇത്രയും സമയം തീറ്റി പോറ്റിയ ലോസില്ലേ. ഞാൻ പറഞ്ഞു നീ എൻ്റെ മോനൊന്നും അല്ലല്ലോ, എങ്കിൽ നീ എനിക്ക് ചെയ്ത ലോസുകളൊക്കെ ഞാൻ സഹിക്കാമായിരുന്നു. പക്ഷെ നീ ഇപ്പം ചെയ്യുന്നതും തികച്ചും അത്രയും എനിക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. നോ മൈൻഡ്, ഒരു പ്രശ്നമല്ല. അവന് വളരെ ഈസി ആയിട്ട് പുറത്തേക്കാണ്. ഞാൻ പോകുകയാണെന്നുകൊണ്ട് പോയി, ഞാൻ ക്യാൻസൽ ചെയ്ത് കൊടുത്തു. നീ നേരെ ഓഫീസിൽ പോയിക്കോ, നിന്റെ കാര്യങ്ങൾ ക്യാൻസൽ ചെയ്ത് നിനക്ക് എന്താ വേണ്ടത് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്തു പോയിക്കോ എന്നാൽ എനിക്ക് പറയാം. അല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെ നമ്മൾ നിസ്സഹായരാണ്. പലപ്പോഴും നമ്മൾ ബിസിനസ് ഓണേഴ്സ് നിസ്സഹായരാണ്. പിന്നെ ഇതിനെ മറികടക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് മാർഗങ്ങൾ പലതുണ്ട്. പക്ഷെ അതൊന്നും അത് പ്രാക്ടിക്കൽ ആക്കാനും കഴിയും ഹനീഫിക. പക്ഷെ അതിന് നമ്മൾ കുറച്ചുകൂടെ മനക്കട്ടിയുള്ള വ്യക്തികളായിട്ട് മാറേണ്ടി വരും. അവിടെയാണ് മനുഷ്യത്തോട് നമുക്ക് പറയാനുള്ള എന്താ അറിയോ, ഇതിന്റെ താഴെ ഇതുമായി കണക്ട് ചെയ്ത കമന്റ്സുകൾ വരണം. കാരണം അവരും ഇതുപോലത്തെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവും. കമന്റ്സുകൾ വന്നാൽ നമുക്ക് അവരെ കൂടെ ഉൾപ്പെടുത്തി ഇതിന്റെ എന്താണ് അവർ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാമല്ലോ, അറിയാലോ. തീർച്ചയായിട്ടും അത് ഇതിനാണല്ലോ നമ്മളൊരു സ്മൈൽ ടോക്ക് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ അതിലേക്ക് വരട്ടെ.